ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വോട്ടർ പട്ടികയിൽ പേര് എങ്ങനെ ചേർക്കുന്നു എന്നുള്ളതിന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വോട്ടർ പട്ടികയിൽ ചേർത്തിയതിന്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെ ചെക്ക് ചെയ്യുന്ന എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, ദെൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അതിനായി സെയിം സൈറ്റ് തന്നെയാണ് voters.eci.gov.in. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇതിൽ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഡയറക്റ്റ് ഇതിന്ന് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എങ്ങനെയാണ് ചെക്ക് എന്നുള്ളത് നോക്കാൻ കഴിയും. സോ ഇതിൽ നോക്കിക്കോളൂ, ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിയുമ്പോൾ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടിയിട്ടുണ്ടാവും, ഒരു ലോങ് റെഫറൻസ് നമ്പർ. കുറേ നമ്പേഴ്സ് ഉണ്ടാവും, ലെറ്റേഴ്സും നമ്പേഴ്സ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. ആ റെഫറൻസ് നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. റെഫറൻസ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണെന്ന് ഇതിൽ കാണിക്കും. ഇതിലിപ്പോൾ മാർക്ക്ഡ് ഇൻകംപ്ലീറ്റ് ആണ്, അത് ഫുള്ള് പ്രൊസീജിയർ കഴിഞ്ഞിട്ടില്ല എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലുള്ള പുതിയ വീഡിയോസ്, നിങ്ങൾക്ക് പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോസ് ലഭിക്കാനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അറിവിൻ്റെ മുറ്റം എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.